നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. തീപിടുത്തമുണ്ടായാൽ ഓടിയെത്താൻ തിരൂരങ്ങാടിക്കൊരു അഗ്നിരക്ഷാ യൂണിറ്റില്ല. ഇത് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. അനുവദിച്ച അഗ്നിരക്ഷാ സേനാ യൂണിറ്റ് ഇപ്പോഴും കടലാസിൽ തന്നെ കിടക്കുകയാണ്. ദുരന്തമുഖത്ത് ഓടിയെത്താൻ നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും തന്നെയാണ് മുന്നിൽ. വൻ തീപിടുത്തമുണ്ടാകുന്നതോടെ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ഒന്നും ചെയ്യാനാകാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ ഞായറാഴ്ചയുമുണ്ടായി. ചെമ്മാട് കോഴിക്കോട് റോഡിൽ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ വ്യാപാര സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഓടിയെത്തിയ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും കുടിവെള്ളം വിതരണം ചെയ്യുന്ന സ്വകാര്യ വാഹനങ്ങളിലെ വെള്ളം ഉപയോഗിച്ച് തീയണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും വിജയിച്ചില്ല. അഗ്നിരക്ഷാസേന എത്തുന്നതിന് മുൻപ് തന്നെ കെട്ടിടത്തിൽ തീ ആളിപ്പടർന്നിരുന്നു. ഞായറാഴ്ച രാവിലെ മുതൽ ചെമ്മാട്ട് ശക്തമായ മഴയായിരുന്നു. ഉച്ചയോടെ മഴ അവസാനിച്ചെങ്കിലും നല്ലൊരു മഴ ദിവസം വൻ തീപിടുത്തമുണ്ടായത് നാട്ടുകാർക്കിടയിൽ പരിഭ്രാന്തിക്കിടയാക്കി. ഉച്ചയ്ക്ക് 1:15 കെട്ടിടത്തിൽ തീ ഉയരുന്നത് കണ്ട ജീവനക്കാർ പുറത്തേക്ക് ഓടുകയായിരുന്നു. ഓടിയെത്തിയ നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരുമാണ് തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടരുന്നത് തടഞ്ഞത്. തിരൂരങ്ങാടി പ്രദേശങ്ങളിലേക്ക് സഹായകരമാകുന്ന തരത്തിൽ അഗ്നിരക്ഷാ സേനാ യൂണിറ്റ് അനുവദിക്കണമെന്ന ആവശ്യം നടപ്പാക്കുന്നതിന് അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. പതിറ്റാണ്ടുകൾക്ക് മുൻപ് 44 പേർ മരിച്ച പൂക്കിപ്പറമ്പ് ബസ് ദുരന്തത്തെ തുടർന്ന് പ്രഖ്യാപിച്ച അഗ്നിരക്ഷാ സേനാ യൂണിറ്റ് ഇതുവരെയും യാഥാർത്ഥ്യമായിട്ടില്ല. താലൂക്കിൽ എവിടെയെങ്കിലും ദുരന്തമുണ്ടായാൽ കിലോമീറ്ററുകൾ ദൂരെ നിന്നുള്ള യൂണിറ്റുകളാണ് എത്തുന്നത്. വേങ്ങരയിൽ അഗ്നിരക്ഷാ സേനാ യൂണിറ്റ് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല. സ്ഥലം കിട്ടാത്തത് കാരണമാണ് വൈകിയിരുന്നത്. എന്നാൽ ദേശീയപാതയ്ക്ക് സമീപം തിരൂരങ്ങാടി പനമ്പുഴ റോഡിൽ താഴേക്കുളപ്പുറത്ത് മരാമത്ത് വകുപ്പിൻ്റെ സ്ഥലം ഇതിനായി കണ്ടെത്തുകയും അനുമതി നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. മുൻപ് വാഹനവും ജീവനക്കാരെയും അനുവദിച്ചിരുന്നുവെങ്കിലും താൽക്കാലിക കെട്ടിടത്തിലെങ്കിലും തുടങ്ങാൻ അധികൃതർ ശ്രമിച്ചതുമില്ല. താലൂക്കിൽ തിരൂരങ്ങാടിയിലും വള്ളിക്കുന്നിലും അഗ്നിരക്ഷാ സേന യൂണിറ്റ് അനുവദിച്ചു കിട്ടാൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും അതും വിജയിച്ചില്ല. ഇപ്പോൾ താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്തെങ്കിലും ദുരന്തമുണ്ടായാൽ താനൂർ, തിരൂർ, മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നുള്ള യൂണിറ്റാണ് ആശ്രയം. ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഇവർക്ക് യഥാസമയം എത്താൻ കഴിയാത്ത പ്രയാസവുമുണ്ട്. ഇതിനു മുമ്പ് കക്കാട്, വെന്നിയൂർ, കുന്നുംപുറം തുടങ്ങിയ സ്ഥലങ്ങളിൽ കടകളിൽ തീപിടുത്തം ഉണ്ടായപ്പോഴും എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഇവർക്ക് എത്താനായത്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകരാണ് ഏക ആശ്രയം. അഗ്നിശമന സേന വോളണ്ടിയർ, ട്രോമാ കെയർ, KET, മലബാർ എമർജൻസി തുടങ്ങിയ സന്നദ്ധ പ്രവർത്തകർ ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നതുകൊണ്ടാണ് അപകടങ്ങൾ വ്യാപിക്കാതിരിക്കുന്നത്. ഇന്നലെ ചെമ്മാടുണ്ടായ തീപിടുത്തം മറ്റു കടകളിലേക്ക് വ്യാപിക്കാതെ സംരക്ഷിക്കാനായത് ഇവരുടെ പ്രവർത്തനം കൊണ്ടാണ്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.